കണ്ടോ, കാത്തു കുത്തിയിരുന്ന് മീൻകാരൻ വന്നപ്പോൾ കിട്ടിയതും കൊച്ചുമത്തി. ആ കുത്തിയിരുന്ന് വെട്ടാം. അപ്പോഴത്തേക്കും അരി അടുപ്പിട്ടിട്ട് പോകാം. നേരം തിളച്ച് കിടക്കും. മീൻ വൃത്തിയായിട്ട് വരുമ്പോഴത്തേക്കും. മീനെടുത്ത സമയം കൊണ്ട് ഞാൻ പോയി കോഴിക്കുഞ്ഞിനെ ഇട്ടു. കോഴിക്കുഞ്ഞിനെ വെച്ച് വിട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് അവളമാർ കഴിച്ചോളുമല്ലോ. പ്രത്യേകിച്ചൊരു ഫുഡൊന്നും അവളമാർക്ക് വേണ്ട. ഇനി കുഞ്ഞാപ്പി ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ പുറയിൽ, കോഴിക്കുഞ്ഞിനെ എന്തോ ചെയ്യണമെന്നുള്ളത്. ഞെക്കി പൊട്ടിക്കാൻ എൻ്റെ അവസരം കിട്ടുന്നില്ലല്ലോ എന്ന്. അവളുമാരതിൻ്റെ വേസ്റ്റും കൊണ്ട് ഓട്ടം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കയറ്റി അടച്ചിട്ട് വേണം എനിക്കിനി മീൻ കറി വെക്കാൻ. കൊച്ചുമത്തി ആയാലും ഇവിടെ ഒരു 5-6 എണ്ണം വറുക്കാനെടുക്കും കേട്ടോ. കാരണം അവന്മാർക്ക് മീൻ വറുത്തത് ഒരു എന്തോന്നാണ്. അവന്മാർക്ക് മീൻ വറുത്തതല്ലേ ഭയങ്കര കുഴപ്പമാണ്. ഞങ്ങൾക്കിവിടെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള കാര്യം അറിയത്തില്ല. ഇതുവരെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വേനലാണെങ്കിലും ഞങ്ങൾക്ക് വെള്ളം കിട്ടും കേട്ടോ. അതിനിടയ്ക്ക് പതുക്കെ മീൻ വെട്ടി എല്ലാം സെറ്റാക്കി ഞാൻ അവളുമാരെയും കൂട്ടിക്കയറ്റി. കുഞ്ഞാപ്പി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പപ്പടം വറുക്കാൻ അടുപ്പേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു. കുഞ്ഞാപ്പി അതും നോക്കി നിൽക്കുവാണ്. ഈ പപ്പടം വറുത്ത് കണ്ടോ, പപ്പടത്തിൻ്റെ ആളാണവൻ. തേങ്ങ തല്ലി പൊട്ടിച്ചു. ഇനി തേങ്ങയുടെ ഒരു യുദ്ധമാണ്. തേങ്ങാ വെള്ളം കുടിച്ചിട്ട് പഞ്ചാര ചിരിയും ചിരിച്ചവൻ കുഞ്ഞാപ്പി. ആ സമയം കൊണ്ട് അരിയൊക്കെ തിളച്ച് സെറ്റായി. ഞാനും തേങ്ങയുമായിട്ടുള്ള യുദ്ധത്തിലാണ് എടുത്തത്. തേങ്ങ തിരികെ കഴിഞ്ഞ് ഗൈസ് മാവേ കയറി മാങ്ങയും പറിച്ചു. നല്ല പച്ച മാങ്ങായിട്ട് പറ്റിച്ച മീൻ സൂപ്പറല്ലേ. കുഞ്ഞൻ കഷ്ണങ്ങളാക്കി ആ സമയം കൊണ്ട് മീൻ വറുക്കാനുള്ളതെല്ലാം സെറ്റാക്കി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് പൊടിയും ഇഞ്ചിയൊക്കെ ഇട്ടത് ആരെയും കാണിക്കാൻ പറ്റില്ല, കാരണം ആദ്യം അങ്ങിട്ട്. കുഞ്ഞാപ്പിയായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ എഡിറ്റിങ് സമയത്തും അവനിവിടെയൊക്കെ തന്നെ ഉണ്ട്, ഞൊരച്ച് നടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. മസാല പുരട്ടി ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഫ്രിഡ്ജ് വെച്ചു കേട്ടോ. 2 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിരുന്നു. അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അടുപ്പിലോട്ട് വെക്കുന്ന കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ വാഴയില വെച്ചിട്ട് അതേ വെച്ചാൽ വറുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറാമാൻ ശശി എല്ലാം കുളവാക്കി. കുഞ്ഞാപ്പിയാണ് എൻ്റെ ക്യാമറാമാൻ. കുഞ്ഞാപ്പി പതുക്കെ കണ്ട. ഇടയ്ക്ക് ക്യാമറാമാൻ അവിടെ എന്തൊക്കെയോ കാണിക്കുകയാണ്. അവൻ ഫാഷൻ ഷോയിലാണ് തോന്നുന്നു. എന്തെല്ലോ കാണിക്കുന്നു എന്തോ, ഞാൻ പോലും അറിയില്ല അവൻ ഈ ഓരോന്നെ കാണിക്കുന്നത്. ഞാനിങ്ങനെ വെക്കാറുണ്ട് മീൻ പറ്റിച്ചത്.
ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കും. ഇതിനിടയ്ക്ക് അവൻ്റെ കൂടെയുള്ള യുദ്ധമാണ് ബാക്കിയുള്ള സമയങ്ങളിൽ നടക്കുന്നത്. ഇതിട്ടച്ച് പോകുമ്പോൾ അവിടെ യുദ്ധം നടക്കുകയായിരിക്കും. ക്യാമറയും കൊണ്ട് ഓടാതെ നോക്കണം, അല്ല അതും കൊണ്ട് അവൻ സ്ഥലം വിടും. ഇടയ്ക്ക് നേരെ വാഴയുടെ മണ്ടയ്ക്ക് കയറി വാഴക്കൂമ്പ് പിടിച്ചെടുത്ത് അതിൻ്റെ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മീനിൻ്റെ കറി തിളച്ചു, മീനിട്ടു, എല്ലാം സെറ്റാക്കി. ഇനി തോരനും വെച്ചാൽ ജോലി കഴിഞ്ഞു. കൂമ്പ് തോരൻ. ഇവിടെ എനിക്ക് ഒത്തിരി വാഴയുണ്ട്, ഞാൻ ഒരുപാട് വാഴ വെച്ച് പിടിച്ചിട്ടുണ്ട്. കൂമ്പ് ആവശ്യത്തിന് കിട്ടും നമുക്ക്. ഒരു നാട്ടിൻപുറമല്ലേ അല്ലേ. കൂമ്പ് ഒരു ഏകദേശം വലുപ്പമുള്ള കൂമ്പായിരിക്കും മിക്കത്. അപ്പം ഞങ്ങളുടെ ചോറ് റെഡി. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങയും ചെത്തി